ഷാരോണിനെ വധിച്ച കേസിൽ ഗ്രീഷ്മയ്ക്ക് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു. അതാണ് മാധ്യമങ്ങളിലെ ഇന്നലത്തെ ഇന്നും പ്രധാന വാർത്ത എന്ന് പറയുന്നത്. ഇതേക്കുറിച്ച് കുറേയധികം അഭിപ്രായങ്ങൾ, വിലയിരുത്തലുകൾ ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം വളരെ നന്നേ ചെറുപ്പമായ പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടി, കോളേജ് വിദ്യാർത്ഥിനി ഇങ്ങനെ ചെയ്ത ഒരു ക്രൂരകൃത്യം ആയതുകൊണ്ട് വിചാരണ കോടതി അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വധശിക്ഷ വിധിച്ചത്. നമ്മുടെ രാജ്യത്ത് വധശിക്ഷ നിരോധിച്ചിട്ടില്ല. അതുകൊണ്ട് അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളിൽ വധശിക്ഷ വിധിക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. വധശിക്ഷ വേണമായിരുന്നോ, ജീവപര്യന്തം ആക്കിയാൽ പോരെ എന്നൊക്കെ പലവിധ ചർച്ചകൾ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ മാധ്യമങ്ങളിലൊക്കെ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഞങ്ങൾക്കതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് വന്നത് ഫേസ്ബുക്കിൽ പല കുറിപ്പുകൾ വായിച്ചതിൽ ഞങ്ങൾക്ക് തോന്നിയത് ഫേസ്ബുക്കിൽ വന്ന ഒരു കുറിപ്പാണ്. ശ്രീദേവി എസ് കർത്തായുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അതിലെ കുറച്ചുകൂടെ വ്യത്യസ്തമായ ചില ആശയങ്ങൾ അതിനകത്ത് അവതരിപ്പിച്ചത്. അതിലവർ പറയുന്നത്, ഗ്രീഷ്മയോടൊപ്പം ജയിലിൽ വിചാരണ ഘട്ടത്തിൽ ജയിലിൽ കഴിഞ്ഞ നാടൻ വാറ്റുചാരായ കേസിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ പറഞ്ഞ കാര്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ശ്രീദേവി എസ് കർത്തായുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. നമ്മൾ പേടിച്ച് മരവിച്ചു പോകുന്ന ഒരു ഉളുപ്പില്ലായ്മ ആ പെങ്കൊച്ച് കാണിച്ചിരിക്കുന്നു. ഇവരുടെ കമൻ്റാണ്. ഗ്രീഷ്മ പറഞ്ഞത് കേട്ടിട്ട്, എപ്പോഴും ചിരി, തമാശ, മൂളിപ്പാട്ട്, പലവിധത്തിൽ മുടികെട്ടൽ. മരിച്ചുപോയ പയ്യനെ കുറിച്ച് പറയുമ്പോൾ ആ പൊട്ടൻ, ഗ്രീഷ്മയുടെ വാക്കുകളാണ്, ആ പൊട്ടൻ എന്ന പരിഹാസം. ആ പൊട്ടൻ ഇതൊന്നും മനസ്സിലായില്ലല്ലോ, ഞാൻ ചെയ്തതൊന്നും മനസ്സിലായില്ലല്ലോ. ഇതെല്ലാമായിരുന്നു ഗ്രീഷ്മയുടെ സെല്ലിലെ ചില പ്രകടനങ്ങൾ എന്ന് ഇത് നേരിട്ട് കണ്ട ജയിലിലെ ഒരു അന്തേവാസി സ്ത്രീ പറയുകയാണ്. എന്നിട്ട് ഇത് സൈക്കോപാത്തുകൾക്കുള്ള ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റീസ് ഡിസോർഡർ ആയിരിക്കണം ഗ്രീഷ്മ ഇത്തരം ചേഷ്ടകൾ വഴി പ്രദർശിപ്പിച്ചിരുന്നത്. ആ അവസ്ഥയ്ക്ക് അവർക്ക് വധശിക്ഷ അർഹിക്കുന്നുണ്ടോ? അവർ ഗ്രീഷ്മയ്ക്ക് എമ്പതി തൊട്ടു തീണ്ടിയിട്ടില്ലെങ്കിൽ കൊല്ലപ്പെട്ട പയ്യൻ ഒരു കാരുണ്യപാത്രമായിരുന്നു. എമ്പതി എന്ന് പറഞ്ഞാൽ സിമ്പതി അല്ല, രണ്ട് വാക്ക് രണ്ടർത്ഥമാണ്. എമ്പതി എന്ന് പറയുമ്പോൾ വളരെ അമൂല്യമായ ഒരു നന്മയുടെ വശമാണ്. ഒരാളെ നമ്മൾ കാണുന്നു, ബുദ്ധിമുട്ടുന്ന ഒരാളെ കാണുമ്പോൾ നമ്മളോട് ചേർത്ത് പിടിച്ച് ആ ആത്മാവും എൻ്റെ ആത്മാവും ഒന്നാണെന്ന് കാണുന്നതാണ് എമ്പതി. സിമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭിക്ഷക്കാരൻ വഴിയിരിക്കുന്നു, ഒരു 10 രൂപ കൊടുത്തു, അല്ല ഞാൻ ഒരു 5 രൂപ കൊടുത്തു, നാട്ടുകാരെ കാണട്ടെ, ഞാൻ സംഭാവന ചെയ്യുന്ന ആളാണ്, ഒരു സഹതാപം. അപ്പൊ സിമ്പതി എന്ന് പറഞ്ഞൊരു നെഗറ്റീവ് മെന്റാലിറ്റിയും എമ്പതി വളരെ പോസിറ്റീവ് മെന്റാലിറ്റിയുമാണ്. അതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഗ്രീഷ്മയ്ക്ക് എമ്പതി തൊട്ടു തീണ്ടിയിട്ടില്ലെങ്കിൽ അത് കറക്റ്റ് ഒബ്സർവേഷനാണ്. ഇല്ലെങ്കിൽ കൊല്ലപ്പെട്ട പയ്യൻ ഒരു കാരുണ്യ പാത്രമായിരുന്നു ഷാരോൺ എന്ന് കരുതണം. ഗ്രീഷ്മയാണ് തനിക്ക് വിഷം തന്നത് എന്ന് പൂർണ്ണ ബോധ്യമുള്ളപ്പോഴും അവസാന നിമിഷം വരെ അയാൾ തൻ്റെ പ്രണയിനിയെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചത്. മരണം ഉറപ്പായപ്പോൾ മാത്രമാണ് ഷാരോൺ വിളിച്ച് പറയുന്നത് ബന്ധുക്കളോട് എങ്ങനെയാണ് പറ്റിയത്. അതുവരെ താൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ട് താൻ സ്നേഹിച്ച, തന്നോടൊപ്പം തന്നെ പോലെ സ്നേഹിച്ച ഗ്രീഷ്മയുമായിട്ട് ഒരുമിച്ചൊക്കെ ജീവിക്കാമെന്നത് അദ്ദേഹം പാപം ആഗ്രഹിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവസാന നിമിഷം വരെ തള്ളിപ്പറയാതെ ഇത്രയും വേദന കടിച്ചു പിടിച്ച് ഒരാഴ്ചയിലധികം ഈ ഗ്രീഷ്മ കഷായം കുടിച്ചതിന് ശേഷവും ഷാരോൺ ജീവിതം മരിക്കുന്നത് വരെ കൊണ്ടുപോയത് എന്നത് ആലോചിക്കുമ്പോൾ നമുക്ക് വളരെ വിഷമം നമുക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അവസാന നിമിഷം വരെ തൻ്റെ പ്രണയിനിയെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചത്. കോടതി പറഞ്ഞതുപോലെ ജീവിച്ചിരിക്കാൻ അയാൾക്കുണ്ടായിരുന്ന അവകാശം കാണാതിരിക്കാനാവില്ല.
പ്രതിക്കാകട്ടെ ചെയ്ത തെറ്റിനെക്കുറിച്ച് ഒരു തരി പോലും കുറ്റബോധവുമില്ല. ആർക്ക്? ഗ്രീഷ്മയ്ക്ക്. നന്മയോടുള്ള പൂർണ്ണ നിർമ്മമത കോടതി മരണദണ്ഡന കൊണ്ട് തിരുത്തുമ്പോൾ ആകാം എന്ന് പറയാനോ അരുതു എന്ന് പറയാനോ സാധ്യമാവുന്നില്ല. ഇവിടെ നന്മയും തിന്മയും തമ്മിലുള്ള വിഷയമാണ്. അങ്ങനെയാണ് ഈ വിധി ഒരു താക്കീതാവുന്നത്. താക്കീതിന് അത് നടപ്പിലാക്കുന്നത് വരെ അസാമാന്യ ശക്തിയുണ്ട്. വധശിക്ഷ കിട്ടിയ 40-ൽ പരം മനുഷ്യർ കേരളത്തിലെ കാര്യമാണ്. വർഷങ്ങളായി ജയിലുകളിൽ ഇപ്പോഴുമുണ്ട് എന്നുകൂടി ചേർത്ത് വായിക്കുമ്പോൾ മേൽക്കോടതികളിൽ നിന്ന് അവർക്ക് എന്ത് കിട്ടുമെന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് വധശിക്ഷ വിധിച്ചത് ശരിയോ തെറ്റോ എന്ന ഒരു ചർച്ച നടക്കുന്നു. ഇവിടെയും വധശിക്ഷ കൊടുക്കണമായിരുന്നോ അതോ ജീവപര്യന്തം മതിയായിരുന്നോ എന്ന ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇന്നലെ തന്നെ നടന്ന മറ്റൊരു കോടതി വിധി കൊൽക്കത്തയിലെ പശ്ചിമ ബംഗാളിൽ ഇതേപോലെ അതിന് മരണം വരെ ജയിൽവാസമാണ് വിധിച്ചത്. ഇത് രണ്ടും ചേർത്താണ് ഇന്ന് പല മാധ്യമങ്ങളും ഇന്നലെ ഇന്നുമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. ഇന്ന് പത്രങ്ങൾ, ഇന്നലെ മറ്റ് ദൃശ്യ മാധ്യമങ്ങൾ. അതായത് കൊൽക്കത്തയിലെ പശ്ചിമ ബംഗാളിലെ RG കർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിലെ പ്രതി സിവിൽ പോലീസ് വാളണ്ടിയറായ സഞ്ജയ് റോയിക്ക് മരണം വരെ തടവ് ശിക്ഷ വിധിച്ചു അവിടുത്തെ കോടതി. ഇതേപോലെ കീഴ്ക്കോടതി, മേൽക്കോടതിയല്ല, വിചാരണ കോടതി മരണം വരെ തടവ് ശിക്ഷ വിധിച്ചു. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന ഗണത്തിൽ പെടുത്തിയാണ് ഈ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത്. അപൂർവങ്ങളിൽ അപൂർവമല്ല, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അത് ആ ഗണത്തിൽ പെടുത്താതെ, അപ്പോൾ വധശിക്ഷ വിധിക്കാതെയാണ് മരണം വരെ അദ്ദേഹം സഞ്ജയ് റോയി ജയിലിൽ കിടക്കട്ടെ എന്ന് കോടതി വിധിച്ചത്. അതോടൊപ്പം ഈ സംഭവം ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചത് 2 പ്രധാന വാർത്തകളായിട്ടാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഈ സഞ്ജയ് റോയി ഈ വനിതാ ഡോക്ടറെ കൊലപ്പെടുത്തിയത് ഈ കഴിഞ്ഞ 2024 ഓഗസ്റ്റ് 9-നായിരുന്നു. ഗ്രീഷ്മ വിഷം കലർത്തിയ കഷായം, കളനാശിനി കലർത്തിയ കഷായം ഗ്രീഷ്മ ഷാരോണിന് കൊടുത്തത് 2022 ഒക്ടോബർ 14-നാണ്. മരണവേദന കടിച്ചമർത്തി അദ്ദേഹം ഷാരോൺ മരിക്കുന്നത് ഒക്ടോബർ 25-ന്. 14, 10, 24, 15-ാം ദിവസം മരിക്കും. അപ്പം ഈ 2 കുറ്റകൃത്യങ്ങളെ വെച്ചുകൊണ്ടുള്ള ധാരാളം വിലയിരുത്തലുകൾ വരുമ്പോഴാണ് പലരും ചോദിക്കുന്നു, വധശിക്ഷ ഒരു ജനാധിപത്യ രാജ്യത്ത് ഭൂഷണമാണോ? ഒരു ജനാധിപത്യ സംസ്കാരത്തിന് വധശിക്ഷ വേണോ എന്ന ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. വധശിക്ഷയില്ലെങ്കിൽ അതിനിപ്പുറത്ത് ഉള്ളത് ജീവപര്യന്തമാണ്. പക്ഷെ നിയമപരമായിട്ട് നമ്മുടെ രാജ്യം വധശിക്ഷ ഇതുവരെ നിരോധിച്ചിട്ടില്ല. നിരോധിച്ച രാജ്യങ്ങളുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുണ്ട്. ഇന്ത്യയിൽ ഇതുവരെ മരണശിക്ഷ നിരോധിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ കോടതിക്ക് അത് വിധിക്കാനുള്ള അധികാരങ്ങളുമുണ്ട് അപൂർവങ്ങളായ കേസുകളിൽ. അപ്പൊ ഗ്രീഷ്മ ഷാരൂണിനെ കൊലപ്പെടുത്തിയ കേസ് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് തോന്നുന്ന കേസ് കൂടിയാണ് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് എന്താണ് പറയാൻ കഴിയുക? അന്തിമമായിട്ട് ഒന്നുകിൽ രാജ്യം വധശിക്ഷ ആദ്യം നിരോധിക്കട്ടെ. നിരോധിക്കാത്ത ഒരു കാര്യത്തിൽ കോടതിക്ക് വെറും അപൂർവമല്ല, അപൂർവം കേസുകളിൽ വധശിക്ഷ വിധിക്കാനുള്ള അധികാരമുണ്ട്. നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യറി അത് അനുവദിക്കുന്നുണ്ട്. അപ്പോൾ നിയമമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാന കാര്യം എന്നുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ടി വരുന്നു. പിന്നെ ഗ്രീഷ്മയോട് ചെറുപ്രായത്തിൽ ഇങ്ങനൊരു കുറ്റകൃത്യം നടത്തിയ അവർക്ക് ഒരു പാത്തായിട്ട് അവരെ കണ്ടുകൊണ്ടുള്ള ചികിത്സാ ശിക്ഷയുടെ ഭാഗമായിട്ട് വേണമായിരുന്നു എന്നുകൂടി ചില അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അവർ സൈക്കോപാത്ത് ആയിരിക്കാം, ആ പെരുമാറ്റം കൊണ്ട് അങ്ങനെയുള്ള ലക്ഷണങ്ങൾ അവർ കാണിക്കുന്നുണ്ട്, ഗ്രീഷ്മ കാണിക്കുന്നുണ്ട്, അതും ശരിയാണ്. അപ്പോൾ വധശിക്ഷ വിധിച്ചത് ശരിയാണോ തെറ്റാണോ
അവരെ സൈക്കോപാത്തായിട്ട് കണ്ടൊരു ഇളവ് വധശിക്ഷയിൽ കൊടുക്കണമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും അതും ഒരു വാദഗതിയാണ്. അതിനെ നമ്മൾ അങ്ങനെ അങ്ങ് തള്ളിക്കളയുന്നില്ല. പക്ഷേ ചെയ്ത ക്രൂരകൃത്യത്തെ നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. ഒരു സൈക്കോപാത്ത് അത് ചെയ്താലും ചെയ്ത ക്രൂരകൃത്യം അത് അപൂർവങ്ങളിൽ അപൂർവം തന്നെയാണ്.